ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഏത് ദിനമായാണ് ഇനി മുതൽ രാജ്യത്ത് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം അഥവാ നാഷണൽ സ്പേസ് ഡേ. ബാംഗ്ലൂരിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ എത്തി ചന്ദ്രയാൻ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിനാഘോഷം പ്രഖ്യാപിച്ചത്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്ഥലത്തെ ശിവശക്തി പോയിന്റ് എന്നും നാമകരണം ചെയ്തു. 2019 ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ തകർന്നു വീണ സ്ഥലം തിരങ്ക എന്നും അറിയപ്പെടും. 2008 ചന്ദ്രയാൻ 1 ഭാഗമായ മൂൺ ഇമ്പാക്ട് പ്രോബ് പതിച്ച സ്ഥലം ജവഹർ പോയിന്റ് എന്നും അറിയപ്പെടും. ഏഷ്യൻ ഗ്ലോബൽ എന്ന് വിശേഷണമുള്ള മാഗ്സസെ പുരസ്കാരം ഇത്തവണ അഥവാ 2023 ലഭിച്ച ഏക ഇന്ത്യക്കാരൻ. ഉത്തരം ഡോക്ടർ രവി കണ്ണൻ. അസമിലെ സിൽച്ചറിൽ പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കച്ചാർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഡയറക്ടറായാണ് ചെന്നൈ സ്വദേശിയായ രവി കണ്ണൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഫിലിപ്പീൻസിലെ മുൻ പ്രസിഡന്റ് രമൺ മാഗ്സസെയുടെ സ്മരണാർത്ഥമാണ് മഗ്സസെ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 41 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പുരസ്കാരത്തുക. ഫിലിപ്പീൻസിലെ സമാധാന പ്രവർത്തക പ്രൊഫസർ മറിയം കൊറോണൽ ഫെറർ, ബംഗ്ലാദേശിലെ വിദ്യാഭ്യാസ പ്രവർത്തകനായ കോർവി രക്ഷന്ത്, കിഴക്കൻ തിമൂറിലെ പരിസ്ഥിതി പ്രവർത്തകനായ ഉഗേനിയോ ലെമോസ് എന്നിവരാണ് 65ാമത് മാഗ്സസെ പുരസ്കാരം നേടിയ മറ്റ് 3 പേർ. അപ്പം 2023 മാഗ്സസെ പുരസ്കാരം 65ാമത് മാഗ്സസെ പുരസ്കാരമാണ്. ഇനിയും ചാറ്റ് GPT സമാനമായി ചൈന അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഏതാണെന്നാണ് ഉത്തരം എർണി. ചൈനീസ് നിർമ്മിത ബുദ്ധി കമ്പനിയായ ബെയ്ഡു ആണ് എർണി അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഈജിപ്തിൽ നടന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൻ്റെ പേര്? ബ്രൈറ്റ് സ്റ്റാർ 2023, എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ 2023. ഇന്ത്യ, ഈജിപ്ത്, US, സൗദി അറേബ്യ, ഗ്രീസ്, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് അഭ്യാസത്തിൽ പങ്കെടുത്തത്. അടുത്തിടെ ഏത് രാജ്യത്ത് ആരാധനയ്ക്കായി തുറക്കപ്പെട്ട ഹിന്ദു ക്ഷേത്രമാണ് സബ്കാ മന്ദിർ? ആൻസർ തായ്വാൻ. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം 2023 സെപ്റ്റംബർ 2 രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് PSLV 57 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. സൂര്യൻ്റെ പുറംഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗര കൊടുങ്കാറ്റിൻ്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റിന് അഥവാ L1 പോയിന്റ് എന്ന് പറയുന്ന മറ്റു പേരാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ പേടകം എത്തിക്കും. ഇതിന് 4 മാസം വരെ സമയം വേണ്ടിവരും. ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സമുണ്ടാക്കാതെ സൂര്യനെ വീക്ഷിക്കാനാകുമെന്നതാണ് ലഗ്രാഞ്ച് പോയിന്റിൻ്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള 5 പോയിന്റുകളിൽ ഒന്നാണ് L1 പോയിന്റ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയി ലഗ്രാഞ്ച് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായാണ് ലഗ്രാഞ്ച് പോയിന്റിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഭൂമിയിൽ നിന്ന് സൂര്യൻ ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് എന്നാണ് പറയുന്നത്. ഇതിൽ 15 ലക്ഷം കിലോമീറ്റർ 1% മാത്രമായിരിക്കും ആദിത്യ സഞ്ചരിക്കുക. ദൗത്യത്തിൻ്റെ കാലാവധി 5 വർഷവും 2 മാസവുമാണ്. പ്രതീക്ഷിക്കുന്ന ചെലവ് 368 കോടി രൂപയാണ്. 2018 പുറപ്പെട്ട നാസയുടെ സൗരദൗത്യമായ പാർക്കർ സോളാർ പ്രോബ് ആദിത്യയേക്കാൾ 5 മടങ്ങ് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. സൗരദൗത്യം വിക്ഷേപിച്ച 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. US നാസ, ജപ്പാനിലെ JAXA,
ജാക്സ അഥവാ ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി, എസ എന്നിവയാണ് മറ്റ് ഏജൻസികൾ. അടുത്തിടെ അന്തരിച്ച ജയന്ത മഹാപാത്ര 95 വയസ്സായിരുന്നു. ഏതു നിലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്? ഇംഗ്ലീഷ് കവിതകളിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ കവിയാണ് അദ്ദേഹം. 1928 ഒക്ടോബർ 22 ഇന്നത്തെ ഒഡീഷയിലെ കട്ടക്കിലാണ് ജനനം. ഇംഗ്ലീഷ് കവിതയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ കവിയാണ്. ഇന്ത്യൻ സമ്മർ, ഹങ്കർ തുടങ്ങിയവ പ്രശസ്ത കവിതകളാണ്. അടുത്തിടെ ഫ്ലോറിഡ, US ഫ്ലോറിഡയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണെന്നാണ്? ഇഡാലിയ എന്നാണ് ആ ചുഴലിക്കാറ്റിൻ്റെ പേര്. അടുത്തത്, ഇന്ത്യൻ റെയിൽവേ ബോർഡ് അധ്യക്ഷനും CEO-യുമായി നിയമിതനായത്? ഉത്തരം ജയാവർമ്മ സിൻഹ. ഈ പദവി വഹിക്കുന്ന ആദ്യ വനിതയാണ് ജയാവർമ്മ സിൻഹ. ഇന്ത്യൻ റെയിൽവേ ബോർഡ് അധ്യക്ഷയും CEO-ആയി നിയമിതമായ ആദ്യ വനിതയാണ് ജയാവർമ്മ സിൻഹ. അടുത്തത്, സന്തോഷ് ട്രോഫിക്കും ദേശീയ ഗെയിംസിനുമുള്ള കേരള ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി നിയമിതനായത്? സതീവൻ ബാലൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഒക്ടോബർ ഹിന്ദു പൈതൃക മാസമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ച US സംസ്ഥാനം? ജോർജിയയാണ് 2023 ഒക്ടോബർ ഹിന്ദു പൈതൃക മാസമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ച US സംസ്ഥാനം. US-ന്, പ്രത്യേകിച്ച് ജോർജിയയ്ക്ക് ഹൈന്ദവ സമൂഹം നൽകിയ സംഭാവനകൾക്കുള്ള ആദരമായാണ് ഹിന്ദു ഹെറിറ്റേജ് മന്ത് ആചരിക്കുന്നത്. അടുത്തത്, മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയുടെ പേര്? പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയുടെ പേര്? ഉത്തരം എ വാക്ക് അപ്പ് ദ ഹിൽ, ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പേരിൽ ആത്മകഥയുടെ മലയാള പരിഭാഷ അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച ഡോക്ടർ CR റാവു ഏതു നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു? ഉത്തരം ഇന്ത്യൻ അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞൻ, സ്ഥിതിവിവര ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ CR റാവു. 103 വയസ്സ് തികയാൻ 2 ആഴ്ച ബാക്കി നിൽക്കെയാണ് വാഷിംഗ്ടണിൽ അന്തരിച്ചത്. കല്യാംപുടി രാധാകൃഷ്ണ റാവു എന്നാണ് യഥാർത്ഥ പേര്. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവായ റൊണാൾഡ് ഫിഷറുടെ മേൽനോട്ടത്തിൽ കേംബ്രിഡ്ജിൽ നിന്ന് 1948 PhD നേടിയിരുന്നു. സ്ഥിതിവിവര ശാസ്ത്രത്തിലെ നോബൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിക്സ് 2023 ജേതാവാണ്. 2023 ഇൻ്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര ശാസ്ത്രത്തിലെ നോബൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ജേതാവാണ് ഡോക്ടർ CR റാവു. സംസ്ഥാനത്ത് 58 ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതിന് എത്ര വർഷത്തേക്കാണ് നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം 5 വർഷം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ അടങ്ങിയ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മത്തി, അയല, ഐക്കുറ തുടങ്ങിയവയ്ക്കാണ് നിരോധനം ബാധകമായിട്ടുള്ളത്. അടുത്ത്, സിംഗപ്പൂർ പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ? ഉത്തരം തർമൻ ഷൺമുഖ രത്നം. തമിഴ് വംശജനും സിംഗപ്പൂരിൽ ജനിച്ച സാമ്പത്തിക വിദഗ്ധനുമായ ഷൺമുഖരത്നം 66 വയസ്സായിരുന്നു. 70.4% വോട്ട് നേടിയാണ് വിജയിച്ചത്. രാജ്യത്തിൻ്റെ സിംഗപ്പൂരിൻ്റെ 9ാമത്തെ പ്രസിഡന്റും ഇന്ത്യൻ വംശജനായ 3ാമത്തെ പ്രസിഡന്റുമാണ്. അടുത്തത്, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയുക്തമായ സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. അദ്ദേഹമാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയുക്തമായ സമിതിയുടെ അധ്യക്ഷൻ. 1952 മുതൽ 1967 വരെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് രാജ്യത്ത് നടത്തിയിരുന്നത്. അതിനുശേഷമാണ് 2 നടത്തുന്നത്. അടുത്ത്, ബ്രിട്ടനിൽ അടുത്തിടെ മന്ത്രിപദം ലഭിച്ച ഇന്ത്യൻ വംശജ?
ക്ലെയർ കുഡിൻഹോ 38 വയസ്സാണ്. ഗോവയിൽ കുടുംബ വേരുകളുള്ള ക്ലെയർ ഋഷി സുനക് മന്ത്രിസഭയിലെ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ്. ആഭ്യന്തരമന്ത്രി സുവല്ല ബ്രേവ് മാനാണ് മന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജ. അടുത്തത് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയായി നിയമിതനായ നടൻ കൂടിയായ സംവിധായകൻ. ഉത്തരം ആർ മാധവനാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയായി നിയമിതനായ നടൻ കൂടിയായ സംവിധായകൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റും ഭരണസമിതിയുടെ ചെയർമാനുമായി 3 വർഷത്തേക്കാണ് നിയമനം. സംവിധായകൻ ശേഖർ കപൂറിന് പകരമായാണ് നിയമനം.